നാരായണ 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 നാരായണ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വാദശസ്കന്ധം 13-ാം അധ്യായം 19-ാം ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ബ്രഹ്മണ്യദേവായ. ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ, കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഓം കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാം തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യതത്ശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേപോലെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജന്മാദ്യസ്യേതോ അതെ 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 ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാർത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അവിടെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞ് അത് മാത്രമേ ഉള്ളൂ എന്ന് ബുദ്ധിമാന്മാർ പരം തത്വത്തെ സത്യമായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ സത്യത്തെ പരമായിട്ട് കണക്കാക്കുന്നു. രണ്ടായാലും ഒരുപോലെയാണ്. സത്യത്തെ പരമായിട്ട് കണക്കാക്കലും പരമമായതാണ് ഈ സത്യം എന്ന് കണക്കാക്കലും ഒക്കെ തന്നെ. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും അകത്തേക്ക് ചെല്ലാനുള്ള കഴിവൊന്നും കഷ്ടിയാവും. അപ്പോൾ ഈ കാണുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ ഭഗവാനാൽ തരപ്പെട്ടതാണ് എന്ന് ഏറ്റവും മിനിമമായിട്ട് അങ്ങനെ എത്താറായാൽ തന്നെ നമ്മൾ ബുദ്ധിമാന്മാരായി. ഇതെല്ലാം ഭഗവാൻ നമ്മെക്കൊണ്ട് ചെയ്യിക്കുകയാണ്. എനിക്ക് എത്രത്തോളമൊക്കെ സാധിപ്പിച്ചു എന്ന ആ വിനയബോധത്തോടു കൂടിയിട്ട് ഓരോന്നിനെയും കാണാനും അനുഭവിക്കാനും സാധിച്ചുവെങ്കിൽ അതുതന്നെയാണ് ബുദ്ധി. അപ്പോൾ ഇവിടെ ഭാഗവതത്തെ സമാപിക്കുന്നത് ഈ കാണുന്നത് മുഴുവൻ ഇന്ന രൂപത്തിലാണ് വന്നത് എന്ന് പറയണു. അതിൽ ഭാഗവതത്തിൻ്റെ വരവ്, ഗുരുത്വം, ശ്രോതൃഭാവം ഇത് രണ്ടും പ്രത്യേകമായിട്ട് പറയണു. കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാം തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യത തദ്ശുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി. അതുലഹ തുല്യം എന്ന് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല. അയം ജ്ഞാനപ്രദീപ. ഇപ്പം ഈ ജ്ഞാനപ്രകാശം, ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്. അപ്പോൾ സ്വയമേവ തന്നെ ജ്ഞാനമാണ്, സ്വയമേവ തന്നെ പ്രകാശം പരത്തുന്നയാളാണ്. അത് രണ്ടും കൂടി ചേർന്നതാണ് ഭാഗവതം. എത്രയൊക്കെ അജ്ഞാനമുണ്ടെങ്കിലും എത്രയൊക്കെ സംശയമുണ്ടെങ്കിലും അത് മുഴുവൻ തീർക്കാൻ സാധിക്കും. ഈ ഭാഗവതം ഒരു തവണ നല്ലോണം ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ വേണമെച്ചാൽ PhD എടുക്കാം, അത്രയേ ഉള്ളൂ. അത്രയും നന്നായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. പുരാ എപ്പോൾ കൽപ്പാദിയിൽ എന്നാണ് ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, കൽപ്പാദിയിൽ നിന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. സൃഷ്ടി എപ്പോഴാണോ തുടങ്ങിയത് അപ്പോൾ മുതൽ ഭാഗവതമുണ്ട് എന്നാണ്. അങ്ങനെ പറയാൻ പാടൂ എന്നാണ്. കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഭാഗവതം പറഞ്ഞു എന്നല്ല പറയേണ്ടത്. എപ്പോഴാണോ സൃഷ്ടി തുടങ്ങിയത് അപ്പോൾ ഭാഗവതമുണ്ട്. ആ ഭാഗവതം പുനരുദ്ധരിക്കുക എന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
പൂർവനിശ്ചിതമാണ് ഈ ബ്രഹ്മാണ്ടം ഉണ്ടായിട്ട് ബ്രഹ്മാണ്ടം പൂർണ്ണമായിട്ട് ആത്യന്തിക പ്രളയത്തിൽ ലയിച്ചു പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും. അങ്ങനെ പൂർവനിശ്ചിതമായിട്ടുള്ള ഒരു ഭാവം തന്നെയാണ് വേദസാരമായിട്ടുള്ള ഈ ഭാഗവതം. വേദത്തിൽ നിന്നും വന്നതാണ് ബാക്കിയുള്ള 17 അറിവുകളും. ആ 17 അറിവുകളും കൂടി ചേർത്തത് അതിൻ്റെ സാരമാണ് ഭാഗവതം. അപ്പോൾ അത് പുര എന്നുള്ളതിന് ഏറ്റവും മുന്നേ എന്ന അർത്ഥത്തിലെടുക്കുക. ഏന ആരാൽ, കസ്മൈ ആർക്കായിക്കൊണ്ട്, ബ്രഹ്മാവിനായിക്കൊണ്ട്, കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ, കസ്മൈ ബ്രഹ്മാവിനായിക്കൊണ്ട്, തത് രൂപേണ ബ്രഹ്മസ്വരൂപത്തിലാണ്. ബ്രഹ്മാവ് താൻ സൃഷ്ടികർത്താവ് എന്ന ത്രിമൂർത്തികളിൽ ഒരാളായിട്ട് ഭഗവാനാൽ അവരോധിക്കപ്പെട്ടപ്പോൾ സൃഷ്ടിച്ചവയ്ക്കൊക്കെ രക്ഷാമാർഗമായിട്ട് കൊടുത്തതായിട്ടുള്ള ഈ വേദത്തിൻ്റെ സാരമായിട്ടുള്ള ഭഗവത്വം, അത് ഭാഗവതമായിട്ട് പുറത്തേക്ക് വന്നത് നാരദായ മുനയെ, മനനശീലമുള്ളതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭഗവാങ്കൽ എത്തിക്കുന്നതായിട്ടുള്ള നാരദ മഹർഷിക്കായിട്ട് പറഞ്ഞു കൊടുത്തു. തത് രൂപിണ ആ നാരദ സ്വരൂപനായിട്ടുള്ള ഈ ശ്രീ ഭഗവാൻ, ബ്രഹ്മാവും നാരദനും ഒക്കെ ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാവും നാരദനും ബുദ്ധിയുടെ രൂപത്തിലാണെന്ന് മാത്രം. ആ നാരദൻ കൃഷ്ണായ ഭഗവാന്റെ അവതാരമായിട്ടുള്ള വ്യാസമഹർഷിക്കായിട്ട് പറഞ്ഞു കൊടുത്തു. വ്യാസനെ നമ്മൾ ഭഗവാനായിട്ട് കണക്കാക്കണു, നാരദനെ മുനിയായിട്ട് കണക്കാക്കണു, ബ്രഹ്മാവിനെ സൃഷ്ടികർത്താവായിട്ട് കണക്കാക്കണു. ബ്രഹ്മാവിൻ്റെ മീതെയല്ലേ ഈ വ്യാസൻ്റെ സ്ഥാനം. ആ വ്യാസന് പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള നാരദനാണ്. വ്യത്യാസം കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കാണ്, അവർക്ക് വ്യത്യാസമില്ല, അവരൊന്നാ. തദ്രൂപിണ വ്യാസൻ്റെ രൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ യോഗീന്ദ്രായ യോഗിശ്രേഷ്ഠനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിക്കായിക്കൊണ്ട്, അത് മറ്റൊരു കൃഷ്ണ, ആടയാഭരണങ്ങൾ ഉപേക്ഷിച്ചതായിട്ടുള്ള നിത്യം 16 വയസ്സുള്ളതായിട്ടുള്ള നഗ്നനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീശുക ബ്രഹ്മർഷിയായിട്ട് വന്നത്. തദാത്മന ആ ശുഗസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഭഗവദ്രാതായ വിഷ്ണുരാതായ പരീക്ഷത്തിനായിക്കൊണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെയായിട്ടുള്ള ബ്രഹ്മാവിന്, ബ്രഹ്മാവ് ഭഗവാനായിട്ടുള്ള നാരദന്, നാരദൻ ഭഗവാനായിട്ടുള്ള വ്യാസന്, വ്യാസനായിട്ടുള്ള ആ ഭഗവാൻ ഈ ഭഗവാനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിക്ക്, ആ ശ്രീശുക ബ്രഹ്മർഷി ഭക്തനായിട്ടുള്ള പരീക്ഷിത്ത് രാജാവിന്, വിഷ്ണുരാധന്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് ഈ ഭാഗവതം. തദാത്മന ഭഗവദ്രാതായ പരീക്ഷത്തിനായിക്കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. എങ്ങനെ? കാരുണ്യത. എന്താ കാരുണ്യം തോന്നാൻ കാരണം? ഒന്നുമില്ല, താതാത്മ്യഭാവം വന്നതുകൊണ്ടാണ് കാരുണ്യം തോന്നിയത്. താൻ തന്നെയായിട്ടുള്ള തൻ്റെ ഭക്തനായിട്ടുള്ള തന്നിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആ പരീക്ഷത്തിനെ രക്ഷിക്കാൻ ശ്രീശുക ബ്രഹ്മർഷിയുടെ ആ രൂപത്തിൽ വന്നുകൊണ്ട് രചയിതാവിനേക്കാൾ കൂടുതൽ അതിൻ്റെ പ്രയോഗത്തെ ചെയ്തതായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി ഗജേന്ദ്രനെ എങ്ങനെയാണോ കാരുണ്യവേഗം കൊണ്ട് ഈ മുക്തി കൊടുത്തത്, അതേപോലെ തന്നെ ആ കാരുണ്യത്തോടു കൂടി തന്നെയാണ് വന്നിട്ട് വിഭാസിത നന്നായിട്ട് തന്നെ പ്രകാശിപ്പിച്ചത്. ഏറ്റവും ശുദ്ധം, വിമലം. വീണ്ടും പറഞ്ഞു, അതിലൊരു ചളിയും ഇല്ല, അതിൽ കുരുവില്ല, മറ്റേ തൊലിയില്ല, കളയേണ്ടതായിട്ട് യാതൊന്നുമില്ല. അതാണ്. മാത്രമല്ല എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടേക്കും. വിശോകം 36 ചീത്തയോ 72 ചീത്തയോ അത് മുഴുവൻ ഇല്ലാണ്ടാക്കും. അല്ലാണ്ട് വെറും ഒരു ശോകം എന്നുള്ള നിലയ്ക്കല്ല അത്.
മാത്രമല്ല അമൃതത്വത്തെ പ്രദാനം ചെയ്യും. മുക്തി കിട്ടിയാൽ പിന്നെ ജനിക്കണ്ട, വീണ്ടും ജനിച്ചാൽ മാത്രമേ മരിക്കണ്ടൂ. മരണം എന്നുള്ളത് ഒഴിവായി. അതുകൊണ്ട് അമൃതം, ആ സത്യം. അപ്പോൾ അത് ബ്രഹ്മാണ്ഡ സത്യമല്ല, അത് ബ്രഹ്മാണ്ഡത്തിൻ്റെ അപ്പുറത്തുള്ള ബ്രഹ്മസത്യമാണ്. ആ ബ്രഹ്മസത്യം തത് പരം, ആ പരമാത്മഭാവത്തിലേക്ക്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തതാണ്. ആ തത് മാക്സിമാണ്. സത്യം, തത്, പരം മൂന്നും ഒന്നാ. എന്നാൽ അതിനെ അർദ്ധസത്യം, അതിലേക്ക് എന്ന തത് പരം, പരത്തിലേക്ക്, ആ പരത്തിലേക്ക്. അത് ലൗകികം. സത്യം എന്നുള്ളത് ബ്രഹ്മസത്യം, തത് എന്നുള്ളത് ആ ഭഗവാൻ തന്നെയാണ്, പരം എന്നുള്ളത് ബ്രഹ്മം. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അതുതന്നെയാണ് സത്യം, തത്, പരം. അങ്ങനെയുള്ള ആ പരം സത്യത്തെ, ഭഗവാനാകുന്ന ഈ പരമസത്യത്തെ, ബ്രഹ്മമാകുന്ന പരമസത്യത്തെ ധീമഹി, ധ്യാനം ചെയ്യുന്നു എന്നാവാം. ബുദ്ധിമാന്മാർ അത് മാത്രമേ വിചാരിക്കുന്നുള്ളൂ, മനനം ചെയ്യുന്നുള്ളൂ, അതിൽ മാത്രമേ മനസ്സിനെ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഭഗവാങ്കൽ മാത്രം, ഭാഗവതത്തിൽ മാത്രം, ഭക്തന്മാരിൽ മാത്രം, ഇങ്ങനെ ക്രമേണയായിട്ട് അത് കൂടിയും കുറഞ്ഞും, കൂട്ടാനും കുറയ്ക്കാനൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അങ്ങനെയാണ്. ഏറ്റവും കുറഞ്ഞത് ഭക്തനിൽ, ഏറ്റവും കൂടിയത് ബ്രഹ്മത്തിൽ. ഇൻ ബിറ്റ്വീൻ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തിൽ, ഭക്തിഭാവത്തിൽ. ഈ മൂന്നർത്ഥത്തിലും ബുദ്ധിമാന്മാർ അവരവരുടെ മനസ്സിനെ, മനോബുദ്ധി അഹങ്കാര ചിത്തത്തെ ഒന്നിച്ച് അതിലേക്ക് ലയിപ്പിക്കുന്നു. ദേഹബോധത്തെ വിട്ടുകൊണ്ട്. കസ്മയ്യേന വിഭാസിതോ, ബ്രഹ്മാവ് ബ്രഹ്മാവിനായിക്കൊണ്ട് ആരാൽ ആണോ ഇത് പ്രകാശിപ്പിച്ചു കൊടുത്തത്, ഭഗവാൻ തന്നെയാണ്. അയം അതുലഹ, അത് തുലനം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നാണ് ഈ ജ്ഞാനപ്രദീപം. ജ്ഞാനമാകുന്ന ഈ പ്രകാശം എത്രത്തോളം പ്രോജ്വലിപ്പിക്കും എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല. അത്രത്തോളം, അതിനൊരു മാക്സിമം എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല. അതിൻ്റെയും മാക്സിമ അതാണ്. ഭാഗവതം പോലെ അങ്ങനെ വേറൊന്നുമില്ല. അത് പുരാ, ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് മുന്നേ എന്ന് കണക്കാക്കുക. നമ്മളിപ്പോൾ 5000 ചില്ലാനം കൊല്ലമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുക. 5000 ചില്ലാനം കൊല്ലമേ ആയിട്ടുള്ളൂ എന്ന് നമ്മൾ പറയണോ എന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യാസനാൽ ഇത് ഉണ്ടാക്കപ്പെട്ടത് സമാധി ഭാഷയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയൊക്കെ കഴിഞ്ഞു. പിന്നെ 5000 കൊല്ലമില്ല, കാലദേശ അവധിർ നിർമുക്തമാണ്. ഈ പുര എന്നുള്ളത് ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് മുന്നേ ഭഗവാനിൽ നിന്നാണ് വന്നതേ. തത് രൂപേണ. ഇപ്പോൾ ഇവിടെ ഭഗവാൻ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ രൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ നാരദനായിക്കൊണ്ട്, നാരദനാകുന്ന ആ മുനി, നാരദൻ ശ്രീഭഗവാൻ, ആ ഭഗവാൻ കൃഷ്ണായ, കൃഷ്ണദ്വൈപായനായ, സത്യവതിയുടെയും പരാശരൻ്റെയും പുത്രനായിട്ട് ഭഗവാൻ അവതാരം ചെയ്തത് എല്ലാവർക്കുമായിട്ട് ഈ ഭഗവത് തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ, ഭഗവാനെ മനസ്സിലാക്കി കൊടുക്കുവാൻ, സകല സ്വരൂപങ്ങളായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കി കൊടുക്കാൻ, ബ്രഹ്മത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയെ മനസ്സിലാക്കി കൊടുക്കാൻ, ഒരു മാർഗത്തെ മനസ്സിലാക്കി കൊടുക്കാൻ. നവീന മാർഗ, ഒരു പുതിയ മാർഗ. മാത്രമല്ല ഇത് ആരാണോ പഠിക്കുന്നത് അവർക്ക് തഥാ ഉദയതേ വിവേക, വിവേകം ഉണ്ടാവുന്ന വിശേഷബുദ്ധി തന്നിട്ടുണ്ട് നമുക്കേ. അത് നല്ലോണം ഉണരും എന്നാണ്.
അങ്ങനെ കൃഷ്ണദ്വൈപായനൻ, വ്യാസൻ, അതല്ലെങ്കിൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ഈ കലാവതാരം, ജ്ഞാനകലാവതാരം, കപില മഹർഷിയെ പോലെയാണ് വ്യാസൻ. തദ് രൂപിണ, ആ ഭഗവത് രൂപമായിക്കൊണ്ട്, സകലസ്വരൂപനായിക്കൊണ്ട്, യോഗീന്ദ്രായ തത് ആത്മനാഥ, തൻ്റെ തന്നെ പുത്രൻ എന്ന് വിചാരിക്കുന്നു എന്നൊറ്റേ ഉള്ളൂ ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീശുഖബ്രഹ്മർഷി. അതേ രൂപത്തിൽ ഈ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ഭക്തനായിട്ടുള്ള, താൻ രക്ഷിച്ചതായിട്ടുള്ള വിഷ്ണുരാധായ, ഭഗവദ്രാധായ ആ ഭഗവാൻ ഈ ഭക്തന് വേണ്ടിയിട്ട് കാരുണ്യത, എത്രത്തോളം കാരുണ്യം! കാരണം സർപ്പം കടിച്ച് മരിക്കുന്നതിന് മുന്നേ, അത് 7 ദിവസം വെച്ച് തന്നെ ഈ സപ്താഹം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉണ്ണിയുടെ നാവിൽ നിന്ന് 7 സെക്കൻഡ് 7 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അപ്പോഴേക്കപ്പോഴേ സംഭവിക്കും. 7 ദിവസം എന്ന് വയ്ക്കാനുള്ള കാരണം തന്നെ ഇതാ. ഭഗവാൻ അവിടെ കയറി ചെന്നു. മുനിയുടെ നാവിൽ നിന്ന് ഇപ്പോൾ എന്ന് പറയുന്നതിന് പകരം 7-ാം ദിവസം എന്ന് പറയിച്ചു ഭഗവാൻ. ഇതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല സദസ്സിനെ വിളിച്ചു വരുത്തി. എങ്ങനെയാണ് വിളിച്ചു വരുത്തിയത്? പശ്ചാത്താപ ബുദ്ധിയോട് കൂടിയിട്ട് പരീക്ഷിത്ത് രാജാവ് തൻ്റെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് തൻ്റെ എന്തോ ഒരു ചെറിയ, എവിടെയോ ഏതോ, എപ്പോൾ എന്ന് പറയാൻ നിർത്തിയില്ല, ആ ചെറിയ ഒരു ചീത്ത അല്ലെങ്കിൽ ന്യൂനം അത് സംഭവിച്ചത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു ന്യൂനം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് മുഴുവൻ എന്നിൽ നിന്നും അടർത്തി മാറ്റണം. എത്ര ജന്മമുണ്ടെങ്കിൽ അത്രയും ജന്മം അടർത്തി മാറ്റണം എന്ന് പശ്ചാത്താപിച്ചുകൊണ്ടിരിക്കുക. ശിക്ഷ തരൂ എന്നാണ്, വിദ്യ തരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഭഗവാൻ അവിടെ ശിക്ഷ കൊടുക്കാൻ തന്നെയാണ് വന്നതേ. എന്താ ശിക്ഷ കൊടുത്തത്? അപമൃത്യു ഭയത്തെ കൊടുത്തു. പക്ഷെ ഭയപ്പെട്ടില്ല. അകാല മൃത്യുവെ കൊടുത്തു, അപ്പോഴും ഭയപ്പെട്ടില്ല. സന്തോഷിക്കുകയാണ് ചെയ്തത്. വേഗം തന്നെ പാദതീർത്ഥം നോക്കിയിരുന്നു കൊണ്ട്, വടക്കോട്ട് നോക്കിയിരുന്നു കൊണ്ട്, പാദതീർത്ഥത്തെ നോക്കി, മുക്തി മാർഗത്തെ നോക്കി. അതാണ് ഗംഗാതീരത്ത് ചെന്നിരുന്നു, വടക്കോട്ട് നോക്കിയിരുന്നു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആയ ആ ദർഭപ്പുല്ലിലിരുന്നു. ദർഭപ്പുല്ല് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സ്ഥാനമാണ്. ഈ സത്വരജ സമോ ഗുണങ്ങളെ മറികടക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വടക്കോട്ട് നോക്കിയിരുന്നു, മുക്തിപഥത്തിലേക്ക് നോക്കിയിരുന്നു. മുക്തിമാർഗമായിട്ടുള്ള ഗംഗയിലേക്ക് നോക്കിയിരുന്നു. പാദതീർത്ഥം, പാദധൂളി, പാദ അടയാളങ്ങൾ, പാദ നമസ്കാരം, ഇതെല്ലാം അവിടെ സംഭവിച്ചു. ആ വിഷ്ണുരാധനെ രക്ഷിക്കാൻ വെറും വാക്കുകളെ കൊണ്ട് മാത്രം സാധിച്ചു എങ്കിൽ ഈ ലീനഭാവം എങ്ങനെ കിട്ടി? ജ്ഞാനം പൂർവ്വം ഉണ്ടായിരുന്നുകൊണ്ടാണ്, ഭക്തി പൂർണ്ണമായിട്ടും ഉണ്ടായതുകൊണ്ടാണ്. ഭക്തി കിട്ടി, ജ്ഞാനം കിട്ടി. അത് മുന്നേ തന്നെ ഉണ്ട്. ശാപം എന്നുള്ള വാക്ക് കേട്ടതോട് കൂടിയിട്ട് വൈരാഗ്യവും വന്നു. ഭക്തിയായി, ജ്ഞാനമായി, വൈരാഗ്യമായി. ഇനി എന്താ വേണ്ടത്? ഇനിയൊരു മുക്തി മാത്രമേ വേണ്ടൂ. അതിനെന്തേ വേണ്ടൂ? ഒരു ലീനഭാവത്തെ കിട്ടുക മാത്രമേ വേണ്ടൂ. അതിന് ഭഗവാൻ തന്നെ വന്നു, ശ്രീശുഖബ്രഹ്മർഷിയുടെ രൂപത്തിൽ വന്നു. ആ കാരുണ്യം നല്ലോണം അങ്ങോട്ട് കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? തത് ശുദ്ധം വിമലം, പരിശുദ്ധാണ്, ഒരു കളങ്കവും ഇല്ലാത്തതാണ്. മാത്രമല്ല ഈ ചീത്തകളാകുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് മുഴുവൻ വിശോകം. ഇനി അങ്ങനെയൊന്നും ഇല്ല, ബാക്കിയില്ല, സഞ്ചിതമില്ല, ഇനി വരാനുമില്ല. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ കഴിഞ്ഞത് മുഴുവൻ കഴിയുകയും ചെയ്തു, ഒന്നും ബാക്കിയില്ല. വിശോകം. ആധിയില്ല, വ്യാധിയില്ല, ശോകങ്ങളില്ല, ക്ലേശങ്ങളില്ല, വ്യസനങ്ങളില്ല, ഷഡ്വൈര്യ ഷഡൂർമി തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നുമില്ല.
പ്രായോപവേശം ചെയ്തിരിക്കുകയാണ്. എല്ലാം ഉപേക്ഷിച്ചു, പരിപൂർണ വൈരാഗ്യ. അപ്പോൾ വിശോകം എന്നുള്ളൊരവസ്ഥ അമൃതത്വത്തെ പ്രദാനം ചെയ്തു. ഇനി ജനിച്ചാലല്ലേ മരിക്കണ്ടു, ഇനി ജനനമില്ല. ശ്രീ ശോഭൻ മഹർഷി ചോദിച്ചു, ഇനി വല്ലതും കേൾക്കാൻ ബാക്കിയുണ്ടോ? പാമ്പ് കടിക്കുകയോ? ഇല്ല. അഥവാ ആരെ കടിക്കുക? ആരെയും കടിക്കണില്ല, ആരെയും കടിക്കണമെന്നില്ല. എന്താ അത്? അതും ഇതും ഒന്നാ. പിന്നെന്താ? വെള്ളത്തെ എന്ത് ചെയ്യാനാ? വായുവിനെ എന്ത് ചെയ്യാനാ? തീയിനെ എന്ത് ചെയ്യാനാ? ഒന്നായതുകൊണ്ട് അതിൻ്റെ സ്വഭാവങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആ സ്വഭാവം അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അതിനിപ്പോൾ എന്താ? എന്നെ ബാധിക്കുന്നില്ല. ആരാ ഞാൻ ബ്രഹ്മമായി കഴിഞ്ഞു. അപ്പോൾ ആ ബ്രഹ്മാവസ്ഥയിൽ അമൃതത്വം വന്നപ്പോൾ വിശോകാദികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ സത്യമാണ് എന്ന് കണ്ടു. ബുദ്ധിയോട് കൂടിയിട്ട് അത് പരം തത്വമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ അതുതന്നെയായി മാറി. അഹം ബ്രഹ്മാസ്മി. അഹം പോയി, അസ്മി പോയി, ഒക്കെ പോയി, പിന്നൊന്നുമില്ല. ബ്രഹ്മമായി തീർന്നു. കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതസ്തത്ശുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. നമുക്കും അതേപോലെ തന്നെ ആ സത്യാവസ്ഥയിലേക്ക് എത്തുവാൻ ഈ ഭാഗവത ശ്രവണം കൊണ്ട് സാധിക്കുമാറാകട്ടെ. 90, 31, 121, 13, 134, 1, 3, 4, 4, 8 എട്ടാമത്തെ പടി കടക്കാൻ സാധിക്കുമാറാകട്ടെ. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വ്യാജചക്ഷേ മൂക്ഷവേ. സാക്ഷിയായിട്ടുള്ള അന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാൻ, അഷ്ടൈശ്വര്യങ്ങളും ഭഗമാറുമുള്ളതായിട്ടുള്ള ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. തസ്മൈ വാസുദേവായ, നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്, എല്ലാം അറിയുന്നുണ്ട്. അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് ജീവനെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കേൾക്കാമില്ല, നമുക്ക് ആ ചെവിയില്ല. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. യഹ കൃപയ, ആരാണോ ഇതേപോലെ കാരുണ്യം, എത്ര കരുണയോട് കൂടിയിട്ടെന്ന് പറയാൻ നിർത്തില്ല, അത്രയും കരുണയോട് കൂടിയിട്ട് മുമുക്ഷവേ കസ്മൈ, ഈ മോക്ഷത്തിന് ആഗ്രഹിച്ചതായിട്ടുള്ള ബ്രഹ്മാവിനായിക്കൊണ്ട് ഇതം വ്യാജചക്ഷേ, ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. എപ്പോൾ ആ ബ്രഹ്മാവ് മുക്തി ആഗ്രഹിച്ചത്? എനിക്ക് ഭഗവാനെ പരീക്ഷിക്കാൻ തോന്നിയല്ലോ, അത് വേണ്ടായിരുന്നു. ബ്രഹ്മാ പരീക്ഷിതുമന, ബ്രഹ്മമോഹനത്തിൽ ആ ബ്രഹ്മാവ് പറഞ്ഞു എനിക്കിനി വേണ്ട. അതേപോലെ സൃഷ്ടിച്ചു കഴിഞ്ഞ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഭഗവാനെ നല്ലോണം ധ്യാനിച്ചു, 1000 കൊല്ലം തപസ് ചെയ്തു, പിന്നെ കണ്ടു, സ്തുതിച്ചു, 100 കൊല്ലം വീണ്ടും തപസ് ചെയ്തു. അപ്പോഴും പറഞ്ഞു എനിക്ക് ഇനി ഇതൊന്നും ചെയ്യണമെന്ന് തോന്നുന്നില്ല, എനിക്ക് മുക്തി തന്നോളൂ, മുക്തി തരാറായിട്ടില്ല, കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ സൃഷ്ടിച്ചതിനോട് എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. അതുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് മുക്തി എന്ന് മനസ്സിലായി. അപ്പോൾ മുക്തിക്കായിട്ട് പറഞ്ഞു കൊടുത്തതാണ് ചതുശ്ലോകി ഭാഗവതം. ജ്ഞാനം വിജ്ഞാന സംയുക്തം, അങ്ങനെയാണ്. മാത്രമല്ല ഒന്നിനോടും ഒരു ഒട്ടലും ഉണ്ടാവില്ല എന്നും ഒടുക്കം പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാൻ ഈ ബ്രഹ്മാവിന് മുക്തി മാർഗമായിട്ട് പറഞ്ഞു കൊടുത്ത ഈ ചതുശ്ലോകി ഭാഗവതം ഇപ്രകാരത്തിൽ വലിയ ഗ്രന്ഥമായി 18,000 ഗ്രന്ഥങ്ങളോട് കൂടിയിട്ട് ഈ ഭാഗവതമായിട്ട് തീർന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുന്നു. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യ ഇദം കൃപയാ കസ്മൈ വ്യാജചക്ഷേ വിമോക്ഷവേ. നന്നായിട്ട് തന്നെ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇപ്പോൾ
ആ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഓരോരുത്തരും സൃഷ്ടികൾ ഓരോരുത്തരും എത്രയോ തവണ ഈ ഭാഗവതത്തെ പാരായണം ചെയ്യുന്നു. ഇപ്പോൾ എത്ര ദിക്കിൽ പാരായണം നടക്കുന്നുണ്ട്, എത്ര ദിക്കിൽ അത് ആൾക്കാർ കേൾക്കുന്നുണ്ട് നമുക്ക് പറയാറില്ല. സർവാന്തര്യാമിയായിട്ടുള്ള ഈ ഭഗവാൻ ഇവിടെ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടും അപ്പുറത്തിരുന്നിട്ടും എല്ലാ ദിക്കിലിരുന്നിട്ട് കേൾക്കുക, ഇത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മാത്രമല്ല മുക്തരാകുന്നത്, നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പൂർവികർ, നമ്മുടെ പൂർവ്വജന്മങ്ങൾ, ഇനി വരാനുള്ള ജന്മങ്ങൾ, ഇനി വരാനുള്ള ബന്ധങ്ങൾ, നാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അവരൊക്കെ, ആരൊക്കെയുണ്ടോ അവരൊക്കെ മുക്തി നേടുന്നു എന്നുള്ളതാണ്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവർക്കൊക്കെ മുക്തി കിട്ടുക. നമ്മളെ പറയണുള്ളൂ, നമ്മളെ കേൾക്കണുള്ളൂ. അങ്ങനെയുള്ള വാസുദേവനായിക്കൊണ്ട് ഓരോരുത്തരുടെ ഹൃദയത്തിലും അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് വസിക്കുന്നതായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. എന്തേ ഉള്ളൂ, ഭാഗവതം ഇപ്രകാരത്തിൽ കരുണയോട് കൂടിയിട്ട് മുക്തിമാർഗമായിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചതായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം. നമുക്കും അങ്ങനെ ആ ഭഗവാനെ നമസ്കരിക്കാം. ബ്രഹ്മാവിന് ഈ ഭാഗവതത്തെ ചതുശ്ലോകി ഭാഗവതമായിട്ട് ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യയിദം കൃപയാ കസ്മൈ വ്യാചചക്ഷേ മുമുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാതമമൂമുജൽ. യഥാർത്ഥത്തിലുള്ള ഫലമെന്താ? യോഗീന്ദ്രായ, യോഗികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ബ്രഹ്മരൂപിണെ, ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചതായിട്ടുള്ള തസ്മൈ ശുകായ, ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീ ശുക ബ്രഹ്മമഹർഷിക്ക് ആ സൂതൻ പറയാണ്, എന്നെ പഠിപ്പിച്ചതായിട്ടുള്ള ആ ഗുരുവിന് നമസ്കാരം. യഹ സംസാര സർപ്പദഷ്ടം, സംസാരമാകുന്ന ഈ സർപ്പത്താൽ ദംശിക്കപ്പെട്ടതായിട്ടുള്ള കാലസർപ്പം, സംസാര സാഗരെ മഗ്നം ദീനം മാം കരുണാനിധേ. ഈ കാലസർപ്പം നമ്മളെ എപ്പോഴും കർമ്മഗ്രാഹഗൃഹീതാംഗമാണ്, കാലപാശ കെട്ടാണ്, കർമ്മമോഹഗൃഹീതാംഗമാണ്. ദേഹം ഞാനാണ് എന്ന് കർമ്മത്തോടനുബന്ധിച്ച് കിട്ടിയതായിട്ട് ദേഹത്തെ ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന മൂഢബുദ്ധികളാണ് നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് പോലും മുക്തി കിട്ടും. ഈ കാലസർപ്പത്തിൻ്റെ പിടി, അതിൽ നിന്നും മോചനം നേടുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള കർമ്മ പ്രാരബ്ധങ്ങളാണ്. കർമ്മവാസന പോലും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ നാമപുരാണത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് പിന്നെ മരണമില്ല, ജനനമില്ല, മരണമില്ല, ഒന്നുമില്ല. മരിക്കുന്നത് നമ്മൾ അറിയ പോലുമില്ല. അങ്ങനെ പരീക്ഷിത്ത് സാക്ഷി എന്ന് വിളിക്കപ്പെട്ടതായിട്ടുള്ള വിഷ്ണുരാധനായിട്ടുള്ള പരീക്ഷിത്ത് ഈ ഭാഗവതം വെറും ശ്രവണ മനനങ്ങളെ കൊണ്ട് മുക്തനായി, അമോമുചത്, മോചിപ്പിച്ചു ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിൻ്റെ മഹിമ എത്രയാ? യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എങ്ങനെയാ? ശ്രവണമാത്രം കൊണ്ട് മുക്തി, പരീക്ഷിത് സാക്ഷി, ഭഗവാൻ ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ടത്. ആ ഭക്തന് നമസ്കാരം, ശ്രീശുഖബ്രഹ്മർഷിക്ക് നമസ്കാരം, ഭഗവാന് നമസ്കാരം. ഓരോരുത്തർക്കും പ്രത്യേകം സൂതൻ നമസ്കരിക്കുക. സൂതൻ ആദ്യം ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രതിലോമനജനായിട്ടുള്ള എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കാനുള്ളൊരു അർഹതയില്ല. നിങ്ങൾ മഹാബ്രാഹ്മണരാണ്, കർമ്മികളാണ്, വിപ്രന്മാരാണ്, ആത്മാനം പാതി പരം പാതി. മാത്രമല്ല ബ്രഹ്മവിത്തുക്കളാണ്, ബ്രാഹ്മണോത്തമന്മാരാണ്, ബ്രഹ്മവിത്തമന്മാരാണ്. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ മുമ്പിൽ ഞാനെങ്ങനെയാ? അപ്പോളാ പറഞ്ഞത് അത് പോരാ. ഭഗവാന്റെ ലീലാരഹസ്യത്തെ, അതിൻ്റെ ഗൂഢമർമ്മ ലക്ഷ്യങ്ങളെ മുഴുവൻ നന്നായിട്ട് അറിയുന്ന അങ്ങ് ശ്രീശുഖബ്രഹ്മർഷിയിൽ നിന്നും കേട്ടതല്ലേ? ആ ഭാഗവതത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. വിശിഷ്ടമായിട്ടുള്ളൊരു പീഠം ഇരുത്തി കൊടുത്തിട്ട്, അങ്ങേക്കിനി മരണമില്ല കേട്ടോ, ഞങ്ങളിവിടെ കാലനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. മരണത്തെ ജയിച്ചതായിട്ടുള്ള, കാലനെ കീഴ്പ്പെടുത്തിയതായിട്ടുള്ള ഈ മന്ത്രസിദ്ധിയുള്ള മഹാബ്രാഹ്മണർ പ്രത്യേകമായിട്ടൊരു ഇരിപ്പിടം കൊടുത്ത് ബഹുമാനിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ഈ പ്രതിലോമജനെ ഭാഗവതം പറയാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് എൻ്റെ അപകർഷതാബോധം തീർന്നു.
ആ സൂതനാണ് വളരെയധികം ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് ഭാഗവതം പറഞ്ഞ് ഈ കൃതാർത്ഥത ഭാവത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാണ്, ആ സൂതനാണ്, ഈ ശൗനകാദി മഹർഷിമാരാണ് ഈ പറഞ്ഞ എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചത്. നമുക്കും അതേപോലെ തന്നെ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ, യോഗി ഇന്ദ്രനായിട്ടുള്ള ശ്രീ ശുകബ്രഹ്മർഷിക്ക് നമസ്കാരം. ബ്രഹ്മരൂപിയായിരുന്നു, അല്ലാണ്ട് മറ്റിച്ചല്ല, വേറൊരു യോഗിയല്ല. ബ്രഹ്മാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കണോ എന്ന് സാരം, ബ്രഹ്മം താതാത്മ്യം പ്രാപിച്ചിരിക്കണു. അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീ ശുകബ്രഹ്മർഷിക്ക് നമസ്കാരം. സംസാര സർപ്പദഷ്ടം, ഈ കാലസർപ്പത്തിൻ്റെ കടിയുണ്ടല്ലോ, അത് ആ ശ്രീ പരീക്ഷത്തിനെ ബാധിച്ചില്ല. അങ്ങനെ ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഭാഗവതം പറയാൻ തുടങ്ങിയതേ. അങ്ങ് മുക്തനാവൂട്ടോ, ഉറപ്പ്. ഒന്നിനും ഗ്യാരൻറ്റി കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നിട്ടും ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, പേടിക്കണ്ട, പാമ്പ് കടിക്കില്ല, അങ്ങക്ക് അങ്ങനൊരു ചീത്തപ്പേരുണ്ടാവില്ല, അകാല മൃത്യു ഇല്ല, അതേപോലെ തന്നെ അപമൃത്യുവും ഇല്ല, മരണമേ ഇല്ല, ഇനി ജനനവും ഇല്ല, മുക്തി ഗ്യാരണ്ടി. ഞാനാ പറയണം. ആരാ പറയണത്? ബ്രഹ്മമാണ് പറയുന്നത്, ഭഗവാനാണ് പറയുന്നത്. ആ ഭഗവാന് നമസ്കാരം, ആ ഭക്തന് നമസ്കാരം, ആ ഗുരുവിന് നമസ്കാരം. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാതമമൂമുചൽ. ഇപ്രകാരത്തിലാണോ സൂതൻ നമസ്കരിച്ചത്? അങ്ങനെയുള്ള ആ ഭാവത്തിൽ നമുക്കും ഈ സകല ഗുരുക്കന്മാരെയും ഒപ്പം സൂതനെയും ശ്രോതാക്കളായിട്ടുള്ള സനകാദി മഹർഷിമാരെയും, സനകാദി മഹർഷിമാരല്ല ശൗനകാദി മഹർഷിമാരെയും നമുക്ക് നമസ്കരിക്കാം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോയിത പ്രഭോ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ യോഗേശ നാഥസ്ത്വം നോയത പ്രഭോ. അല്ലയോ വിന്യാസം ചെയ്യുന്നതായിട്ടുള്ള, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ചെയ്യുന്നതായിട്ടുള്ള, എല്ലാം ഓരോരുത്തർക്കും കൊടുക്കുന്നതായിട്ടുള്ള പ്രഭുവായിട്ടുള്ള ഭഗവാനെ, യഥ യാതൊരു കാരണം കൊണ്ടാണ് ത്വം നഹ നാഥ ഞങ്ങളുടെ നാഥനായിട്ട് തീർന്നിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പ്രഭുവാണ്. അപ്പോൾ പിന്നെങ്ങനെയാണ് ഞങ്ങളുടെ നാഥനാവാണ്ടിരിക്കുക? അതഹ ഭവേ ഭവേ, അതുകൊണ്ട് ഭഗവാനെ ഭവിക്കണം ഭവിക്കണം. ഭവിക്കുക എന്നുള്ളത് എന്താ? ജന്മജന്മാന്തരങ്ങളിൽ ഭവിക്കണം എന്നാണ്. അതുകൊണ്ട് ജന്മം തോറും എന്ന അർത്ഥം കൊടുത്തു. തവ പാദയോഹോ യഥാഭക്തി ജായതേ. ഈ പാദത്തിൽ എപ്രകാരത്തിലാണോ, തൃപ്പാദത്തിൽ എങ്ങനെയാണോ ഭക്തി ഉണ്ടാകുക, അങ്ങനെ എത്ര ജന്മം വേണ്ടി വന്നാലും അപ്പോഴൊക്കെ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. അല്ലയോ ഭഗവാനെ യോഗേശ, അല്ലെങ്കിൽ ഏത് ഈശ്വരനെ വിളിച്ചാലും വേണ്ടില്ല, ഒരേ ഈശ്വരനേ ഉള്ളൂ, ഒറ്റ ഈശ്വരനേ ഉള്ളൂ. പേരേതായാലും കുഴപ്പമില്ല. ദേവന്മാർക്ക് ഈശ്വരനായാലും ശരി, യോഗികൾക്ക് ഈശ്വരനായാലും ശരി, ഇനി മറ്റേതെങ്കിലും ഭാവത്തിലുള്ള അവരുടെ ഈശ്വരനായാലും ശരി, ഒക്കെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, യോഗേശ ദേവേശ. എന്താ വേണ്ടത്? ഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഓരോരോ ജന്മങ്ങളിലും ഞങ്ങളെ അനുഗ്രഹിക്കണം. തഥാ കുരുഷ്വ, ഞങ്ങളെച്ചാൽ എല്ലാവരെയും എന്ന് സാരം. അതാണ് ശ്രീ ശുകബ്രഹ്മർഷി, അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും, അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള സൂതനും, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അനവധി ആചാര്യന്മാരുണ്ട്. എത്ര ഭാഗവത സപ്താഹം നമ്മൾ കേട്ടിരിക്കണു, എത്ര മഹാഗുരുക്കന്മാർ പലരും പറഞ്ഞിരിക്കണു. നേരിട്ട് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതൊന്നുമല്ലാതെ കണ്ടും പലതരത്തിൽ നമ്മുടെ കർണപുടങ്ങളെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള, നമ്മുടെ ഈ കാമാദികളെ മുഴുവൻ വേണ്ട എന്ന് വയ്ക്കുന്ന ശുദ്ധീകരണം നടക്കുന്നതായിട്ടുള്ള, ചീത്തകളെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്ന ഈ ഭാഗവത തത്വത്തെ പറഞ്ഞു തന്നതായിട്ടുള്ള ഓരോരുത്തർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്താ ആഗ്രഹിക്കേണ്ടത്? ആഗ്രഹിക്കരുത് എന്നാണ് പറഞ്ഞത് തുടങ്ങിയതേ. ആഗ്രഹിച്ചോളൂ. എന്താ ആഗ്രഹിക്കേണ്ടത്? ഭഗവാന്റെ തൃപ്പാദത്തിലുള്ള ഭക്തിയെ ഉറപ്പിച്ചു തരണമേ. ഭക്തിയെ തന്നാലും ബാക്കി ഏത് ഭഗവാനെ വിളിച്ചാൽ വിളിക്കാം. വേറെ യാതൊന്നും ആഗ്രഹമില്ല.
ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥ ത്വം നോ യഥ പ്രഭോ. ഭഗവാൻ ഞങ്ങൾക്ക് ഭക്തി തരണം. എത്ര ജന്മങ്ങളുണ്ടായാലും വേണ്ടില്ല, എത്ര കാലം വേണ്ടി വന്നാലും വേണ്ടില്ല. ഇനി ഇപ്പോൾ എത്ര കാലം ജീവിക്കണം അത്രയും കാലം പാദഭക്തി തരയണമേ. ആ പാദഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള സംഘം തരണം, ജ്ഞാനം തരണം, മറ്റ് ചീത്തകളൊന്നും ബാധിക്കരുത്. അതുപോലെ ശരീരത്തിന് അതിൻ്റേതായ സ്വസ്ഥതാദി കാര്യങ്ങളൊക്കെ തരണം. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുക. അതിന് അങ്ങ് നാഥനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും നയിക്കുക, രക്ഷിക്കുക, പാലിക്കുക, ഈ ഒരു അർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കണേ. ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യഥ പ്രഭോ. അതിനുള്ളൊരു ഉപായം എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. യസ്യ നാമസങ്കീർത്തനം, ഏതൊരു ദേവൻ്റെ നാമം കീർത്തനമായിട്ട് നന്നായിട്ട് തന്നെ സങ്കീർത്തനമായിട്ട് ജപിക്കുന്നുവോ അപ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഫലമാണ് സർവപാപപ്രണാശനം. പാപങ്ങളുടെ നാശം തന്നെ സംഭവിക്കും. പാപങ്ങളെ ശമിപ്പിക്കുക തന്നെ ചെയ്യും. പാപങ്ങളെ തീർത്തും ഇല്ലായ്മ ചെയ്യും. എത്ര ജന്മങ്ങളിൽ ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മാണ്ടത്തിലേക്ക് വരുന്ന അന്ന് മുതൽ ഈ ബ്രഹ്മാണ്ടം ലയിക്കുന്ന ആത്യന്തിക പ്രളയം വരെ, അല്ലെങ്കിൽ ഈ ജീവൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത് വരെ, അതുവരെ എന്ത് പാപം ചെയ്താലും അത് മുഴുവൻ വാസന പോലും തീർത്തുകൊണ്ട് നശിപ്പിക്കും. നാമസങ്കീർത്തനത്തിൻ്റെ ഗുണത. അങ്ങനെ ഏതൊരു ഭഗവാനെയാണോ ഇപ്രകാരത്തിൽ ആശ്രയിക്കുന്നത് ആ ഭഗവാന് നമസ്കാരം, പ്രണാമ. എന്തിനു വേണ്ടിയിട്ടാ? ദുഃഖശമനഃ, ദുഃഖങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ദുഃഖം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. തം പരം ഹരിം നമാമി, മാക്സിമത്തിലുള്ള ആ അവസ്ഥയിലുള്ള ഹരണം ചെയ്യുന്നതായിട്ടുള്ള പാപങ്ങളെയും കർമ്മങ്ങളെയും ഈ ബാക്കികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ പ്രാരബ്ധ ബാക്കി പലതുണ്ടേ, അത് മുഴുവൻ ഹരണം ചെയ്യുന്നതായിട്ടുള്ള ഹരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. നാമസങ്കീർത്തനം യസ്യ, ഏതൊരാളുടെ നാമത്തെ സങ്കീർത്തനം ചെയ്താലാണോ ഈ സർവപാപ പ്രണാശനം സംഭവിക്കുക, ആ ഭഗവാനെ ഇതാ പ്രണമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ദുഃഖശമനഃ, ദുഃഖശമനനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭഗവാനെ, തം പരം ഹരിം, തം ഹരിം പരം, തം പരം ഹരിം. അങ്ങനെയുള്ള മാക്സിമത്തിലുള്ള ഹരണം നടക്കുക അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഭഗവാനെ ഇതാ ഞങ്ങൾ നമസ്കരിക്കുന്നു. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അപ്പോൾ ഭക്തി തരൂ. എന്തിനു വേണ്ടിയിട്ട്? നാഥൻ എന്നുള്ള അവസ്ഥയിൽ ഞങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ട് ഭക്തി തരൂ. എത്ര ജന്മം വേണ്ടി വന്നാലും വേണ്ടില്ല. നാമം ജപിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ നാമി നമ്മുടെ പാപങ്ങളെയും ദുഃഖങ്ങളെയും മുഴുവൻ നശിപ്പിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ നാമത്തെ ജപിപ്പിക്കുവാൻ ഒരു പ്രേരണ കിട്ടണ്ടേ, ഒരു തോന്നൽ വരണ്ടേ, ശീലമായിട്ടങ്ങോട്ട് ചെയ്യാൻ സാധിക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് ആ നാഥനായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. ഭക്തി കിട്ടാനും നാമം ജപിപ്പിക്കാനും ആ ഭഗവാനെ തന്നെ നമുക്ക് ആശ്രയിക്കാം. സൂതൻ നമസ്കരിച്ച പോലെ തന്നെ, ശൗനകാദി മഹർഷിമാർ നമസ്കരിച്ച പോലെ തന്നെ നമുക്കും ആ ഭഗവാനെ നമസ്കരിക്കാം. ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യഥ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. യാതൊരു ഭഗവാനെയാണോ ഇപ്രകാരത്തിൽ പല രൂപത്തിൽ വന്നതായിട്ടുള്ള ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മളെ കൊണ്ടൊക്കെ നമസ്കരിപ്പിച്ചത്, ആ ഭക്തന്മാരെ മുഴുവൻ, ഭാഗവതം പറഞ്ഞു തന്ന ആചാര്യന്മാരെ മുഴുവൻ, ഭാഗവതത്തെ കേട്ടതായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരെയും
ശൗനകാദി മഹർഷിമാർ ശ്രോതാക്കളാണ്. പരീക്ഷിത്ത് രാജാവ് ശ്രോതാവാണ്. അവർ വക്താക്കളായിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ ശ്രോതാവുമായുണ്ട്, വക്താവുമായുണ്ട്. അപ്പോൾ വക്താക്കളെയും ശ്രോതാക്കളെയും ഒരേപോലെ ഭഗവാനെയും നമസ്കരിച്ചുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ബാക്കികൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ ഉപദേശം തന്നിരിക്കുന്നു. അങ്ങനെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസാഹസ്ര്യാം സംഹിതായാം വൈയാസക്യാം ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ പുരാണസംഖ്യാദിനിരൂപണം നാമ ത്രയോദശോധ്യായ സമാപ്തോയം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സമ്പൂർണോയം ഗ്രന്ഥ. ഹരിപരായണം പരം ഹരിം ഹരിപരായണം പരം ഹരിപരായണം പരം പുനഃ പുനർവദാമ്യഹം ഹരിപരായണം പരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്. ഓം തത്സൽ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.